സച്ചു വേണ്ട. സച്ചു പ്ലീസ് സ്റ്റോപ്പ്. ഇത് നടക്കില്ല. എനിക്ക് വ്രതമാണ്. വ്രതം കോപ്പ്. സച്ചു ഞാൻ കാര്യമായിട്ടാ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോ എടുത്തതാ. ഞാൻ ഇറക്കിയ നമ്പർ നീ എന്നോട് ഇറക്കിയാലേ അത് ഇവിടെ ചെലവാകൂല. സച്ചു പ്ലീസ് വ്രതം തെറ്റിക്കാൻ പാടില്ല. ഞാൻ വ്രതം പോകാൻ പറപ്പില്ല. സച്ചു അത് തെറ്റിയാൽ എന്റെ ആയുസിന് ദോഷമാ. ഒപ്പം എന്റെ മാറ് ഞാൻ പോട്ടെ. എന്നെ ഈ അവസ്ഥയിലാക്കിട്ട് പോലെടി. അയ്യേ, എന്താണ് കണ്ടത്? ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നേ ഞാനിപ്പോ കൊച്ചിനെ ഒക്കത്ത് വെച്ച് റോഡിൽ കൂടി തെണ്ടേണ്ടി വന്നേ. തെണ്ടി അവനെല്ലാം കാണിച്ചു വെച്ചിട്ട് ഐശ വരുമ്പോ അവളുടെ കൂടെ അങ്ങ് പോകും. പിന്നെ ഞാനും എന്റെ കൊച്ചു നടത്തി പട്ടി. നിന്റെ പൂതി നീ ആദ്യം ആരെ വേണമെന്ന് തീരുമാനിക്കും. അല്ല പിന്നെ ഇതെന്താണ് സച്ചേട്ടൻ നിന്നെ നോക്കി പല്ലൊക്കെ കടിച്ചു മുറിക്കുന്നത്? ആർക്കറിയാം. എന്റെ നീലി ഇങ്ങനെ ഇതെന്ത് നോട്ടമാ? കടുവ നോക്കുന്ന പോലെ. പാവം കാര്യം നടക്കാതെ വട്ടായി പോയിട്ടുണ്ടാവും. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. എടി സത്യം പറയടി, നീ വല്ലതും ചെയ്ത ഏട്ടനെ? കുറച്ചു മുന്നേ ഫോണിൽ വിളിച്ച് ആരെയൊക്കെ ചീത്ത പറയുന്നത് കേട്ടു. കമലാമ്മയോടും ചൂടായി. കുറച്ചു മുന്നേ എനിക്കിട്ടും കിട്ടി. ഇതെന്ത് കുരിശ്? നിനക്ക് അത്രക്ക് ആഗ്രഹമുണ്ടേ? നീ നേരിട്ട് പോയി ചോദിക്കടി. വ്രതമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? പൊട്ടൻ വിശ്വസിച്ചിരിക്കുക. ഇവനെ ഇന്ന് ഞാൻ 4 വടം വട്ടം നിറക്കിക്കോ. നോക്കിക്കോ. നീ ഒന്ന് എണീറ്റ് പോകുന്നുണ്ടോ? ഇത് എന്റെയും കൂടെ റൂമാ. നീ നിർത്തുന്നുണ്ടോ ഇല്ലേ? ഞാൻ എന്തോ ചെയ്തെന്നാ? നീ ആ സ്കേർട്ട് വലിച്ചിട്ടെ. ഇത്രയും ഷോർട്ട് ഡ്രസ്സൊക്കെയാണോ വീട്ടിലിടുന്നേ? ഇതെനിക്ക് എന്റെ പാറു തന്നതാ. കുറെ ആയി ഇട്ടിട്ട് ഇന്നിടാന്ന് വെച്ചു. എങ്ങനെയുണ്ട്? കൊള്ളില്ലേ? നീ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത്രക്കും മണ്ടൊന്നുമില്ല ഈ സച്ചിൻ. വ്രതമായത് നിനക്ക് കൊള്ളാം ഇല്ലേ? നാളെ നീ ബെഡിൽ നിന്ന് പൊങ്ങില്ലായിരുന്നു കേട്ടോ. സോ എന്റെ മോള് അടങ്ങി ഒതുങ്ങി ഇരുന്ന നിനക്ക് കൊള്ളാം. പിന്നെ ഒന്ന് പോടോ പേടിപ്പിക്കാതെ. ഞാൻ കിടക്കാൻ പോവാ. നീ ആ സ്കേർട്ട് മാറ്റി വേറെ ഡ്രസ് ഇട്ടിട്ട് ഈ വണ്ടി കിടന്നാ മതി. ഒന്ന് പോടോ, പാതേക്കല്ലേ ഫാഷൻ ഷോ. എഴുന്നേക്കടി, ഇന്ന് നീ നായുടെ റൂമിൽ കിടന്നാ മതി. അയ്യോ എടോ കാലമാട. അയ്യോ നാട്ടാരെ ഇയാൾ എന്നെ റൂമിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നേ. ഞാനെടുത്ത പണി എനിക്ക് തന്നെ തിരിച്ചു കൊണ്ടല്ലോ. അങ്ങോട്ട് മാറടി, എനിക്ക് കിടക്കണം. നീ എന്താ ഇവിടെ? ഇന്നു മുതൽ ഇതാണ് എന്റെ റൂം. നീ വല്ല തൂട്ടിലും പോയി കിടക്ക്. ഇതിപ്പോ എന്താ ഉണ്ടായേ? ഹേയ് എടാ, എത്ര നാളായി കണ്ടിട്ട്. വിഷ്ണു
എവിടെയായിരുന്നു നീ? എത്ര ഇയർ ആയടാ? ഞാൻ ബാംഗ്ലൂര് ജോബ് സെറ്റായി പോയിട്ട് 2 ഇയർ ആയടാ. ആ പിന്നെ പെണ്ണും പിടക്കോഴിയും ഒന്നും വന്നില്ലേ? ബ്രോ, എന്റെ മാരേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശരിക്കും? ആടാ, പെണ്ണും പിടക്കോഴിയൊക്കെ നിനക്കല്ലേ? അല്ല, എവിടെ ആളെവിടെ? കണ്ടില്ലല്ലോ. കാണണമെന്ന് നിർബന്ധമാണോ? എന്താ നീ ഇനി വല്ല രൂപക്കൂട്ടി വെച്ച് പൂട്ടിയിരിക്കുവാണോ ആരും കാണാതിരിക്കാൻ? ഞാൻ അറിയുന്ന സച്ചിൻ, ഐ മീൻ ഐഷുനെ സ്നേഹിച്ചിരുന്ന സച്ചിൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്താടാ അത്രക്ക് പൊസസീവ് ആയോ നീ? അതൊന്നും അല്ലടാ, ഞങ്ങളൊന്ന് ഉടക്കി ഇന്നലെ. സൗന്ദര്യപ്പിണക്കമാണോ? ഓർ എനിത്തിങ് സീരിയസ്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാ പറയടാ, എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റിയാലോ? ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്യേണ്ട കേസാ. ഇറ്റ്സ് പേഴ്സണൽ, യു നോ. ഓഹോ, മനസ്സിലായി. അപ്പൊ മോനിനെ ഒന്നും പറയണ്ട. എന്തായാലും ആളെ വിളിക്ക്. മായേ. എന്താ സച്ചേട്ടാ? നീ അനികയോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി ഏട്ടാ. അനുമോളെ, നിന്നെ സച്ചേട്ടൻ വിളിക്കുന്നുണ്ട്. എന്തിന്? ആരോ വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ല. ആര് വന്നു? ഏതോ ഒരാള്, ഫ്രണ്ടായിരിക്കും മേ ബി. പിന്നെ കണ്ട അണ്ടനും അടകോടനും വരുമ്പോ മുമ്പിൽ പോയി നിൽക്കലല്ലേ എന്റെ പണി. എന്റെ പറ്റി പോയാ നിനക്ക് കൊള്ളാം. വെറുതെ സച്ചേട്ടനെ ഇങ്ങോട്ട് വരുത്തണോ? മായേ. ഇങ്ങനെ മോന്തക്കിട്ട് നോക്കുമ്പോ തന്നെ ആ സീന ഓർമ്മ വരുന്നേ. എന്നെ വിളിച്ചോ? ഇത് എന്റെ ഫ്രണ്ട് വിഷ്ണു. ഓഹോ, അപ്പൊ ഇവനാണ് അവൻ അന്ന് ഫോണിൽ എന്നെ ബീച്ചിൽ കൊണ്ട് തട്ടിക്കളയാൻ പ്ലാൻ ചെയ്തവൻ. നീലേ, ഇപ്പൊ എന്തിനാണോ ഇനി കെട്ടിയെടുത്തതിന്? ഇനി ഇന്നാണോ ആ ദിവസം, എന്നെ കളയാൻ പോകുന്ന ദിവസം? ഹായ്, അറിയോ? ഇല്ല. ഞാൻ സച്ചിനുമായി സ്കൂൾ കാലം തൊട്ടുള്ള പരിചയമാ. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഐശ്വര്യ. അറിയോ ഐശ്വര്യയെ? ഓ, എല്ലാത്തിനും ആ ശവത്തിനെ മതി. അതിനു വേണ്ടി ഇവൾ ആര്? ഗ്രീക്ക് ഗോഡിയോ? എനിക്കറിയില്ല. ഓഹോ, അപ്പൊ നീയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേടാ? തനിക്ക് പകരം തന്റെ സ്ഥാനത്ത് സച്ചിന്റെ ഭാര്യയെ വരേണ്ടിയിരുന്ന പെണ്ണ. ഇപ്പൊ മനസ്സിലായോ? എടാ വിഷ്ണു, ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? എടാ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. കുട്ടിക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോ. എന്തായാലും നിന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. ആള് ഒരു സുന്ദരിക്കുട്ടി തന്നെയാ. എന്നാലും നമ്മുടെ ഐശു തന്നെയാണ് ഒരുപടി മുന്നിൽ. നീയുമായിട്ട് ചേർച്ച. മതി വിഷ്ണു, നിർത്ത്. അനു, കൂട്ടുകാരനെ ചട്ടം കയറ്റി കൊണ്ടുവന്നേക്കുവാ എന്നെ കരയിക്കാൻ. എല്ലാവർക്കും അവളെ മതി. എനിക്ക് പകരം ഈ വീട്ടിൽ സച്ചുവിന്റെ ഭാര്യയെ വരേണ്ടത് അവളാണെന്ന്. അപ്പൊ ഞാനാരാ? വലിഞ്ഞേറി വന്നവളോ? എല്ലാത്തിനും ഞാൻ തടയുന്നുണ്ട്. എന്നെ കരയിച്ചതിനൊക്കെ എണ്ണി ഞാൻ പകരം ചോദിക്കും. എടാ, ഞാൻ പറഞ്ഞത് കേട്ട് ആൾക്ക് വിഷമമായോ? കരഞ്ഞോണ്ട് പോയതെന്താ? അവളുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഐഷൊന്നും കേട്ട അവൾക്ക് ഭ്രാന്താകും. അപ്പോഴാണ് ഇവിടെ വന്ന് നിന്റെ ഈ വർണ്ണന. എടാ, ഞാനത് ഓർത്തില്ല. ഞാനൊരു സോറി പറയട്ടെ? വേണ്ടടാ, ഇനി ഇതിനുള്ള പണി കൂടി ചേർത്ത് ഞാൻ വാങ്ങണം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എന്താ സച്ചിൻ, നിന്റെ മനസ്സിൽ എന്താ? അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവൻ എന്തായാലും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമല്ലേ, അപ്പൊ പറയാം. ഇടം മോനെ സച്ചു, നിനക്കുള്ള പണി റെഡി. ഇന്ന് ഞാൻ അഭിനയിച്ചൊരു കലക്കും. നീ ഒത്തൊരുത്തം കാരണം കഴുത്തിലെ പാട് കണ്ട് കമലാമ്മയുടെ മുന്നിനെ നാണം കിട്ടും. ഇറങ്ങി വാടാ മോനെ, ഐ എം വെയിറ്റിംഗ്. ഓ, വന്ന ഉടനെ ചിക്കനിലാണ് കണ്ണ്. നീ വന്നോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അനുമോൾ അമ്പലത്തിൽ പോയപ്പോൾ നിന്റെ സമയം എല്ലാം തെളിയുവാൻ അമ്പലത്തിൽ കാവടി തുള്ളി കാവളിൽ ശൂലം കുത്തി തുള്ളി കളിക്കാമെന്ന് വഴിപാട് നടത്തിയിരുന്നു. അതൊക്കെ പറയണോ? ഓ, വായിലോട്ട് തള്ളുന്നില്ലേ ചിക്കന്റെ കാല്? എന്താ വിശപ്പൊക്കെ പോയോ വഴിപാട് കേട്ടപ്പോ? അച്ഛൻ എന്താണ് പറയുന്നതെന്ന് അച്ഛനറിയാവോ? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ ഭാര്യയും കമലാമ്മയും കൂടി നേർന്നതാണ്. നീ ഇപ്പൊ ഹെൽത്ത് എല്ലാം വീണ്ടെടുത്തില്ലേ?
അതൊക്കെ അവർ പ്രാർത്ഥിച്ചതിന്റെ ഫലമാ. പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ പഴയതുപോലെ ഹെൽത്തി ആകും. അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണെന്ന് പറഞ്ഞ എങ്ങനാ? വാട്ട് എ ഫൂളിഷ്നെസ്. കഷ്ടപ്പാടിന്റെയും ക്രെഡിറ്റ് ഫുള്ള് ദൈവത്തിനും. കൊള്ളാലോ. സച്ചിൻ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, നീ സമ്മതിക്കേ? അച്ഛനെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കവള് കൊത്തിയിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, ഈ പൊട്ടൻ ഇത് മുടക്കാനുള്ള പുറപ്പാടില്ല. എങ്ങനെയെങ്കിലും ഇങ്ങനെ കൊണ്ട് സമ്മതിപ്പിച്ചേ മതിയാകും. സച്ചുവേട്ടാ, ആദ്യം നാക്ക് തുറക്കാനാ കമലാമ്മ പറഞ്ഞേ. ഞാനാ പറഞ്ഞ കവളാക്കിയത്. ഇനി അതും പറ്റില്ലെങ്കിൽ സച്ചുവേട്ടൻ കടലിൽ കൂടി നടന്നാ മതി. ശരിയാ മോനെ, അനുമോൾ നിനക്കിത് കുറച്ചുകൂടി ഈസിയാക്കി തന്നില്ലേ? നിനക്കിപ്പോ നല്ല കാലം അല്ലെന്നാ പൂജാരി പറഞ്ഞേ. നിന്റെ നല്ലതിനു വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വഴിപാട് നടത്തിയത്. ആദ്യം ഒരു പൂജ മാത്രം ചെയ്താൽ മതിയെന്നാ വിചാരിച്ചത്. പിന്നെ അനുമോളാ പറഞ്ഞത്, ശൂലം കുത്തി തുള്ളിയാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുന്നു. ഓ ഗോഡ്, കാലന് മനസ്സിലായി ഇതിന്റെ പുറകെ ഞാനാണെന്ന്. എന്തായാലും തിരിച്ചു പണി കിട്ടും. അപ്പൊ പിന്നെ കാവടി തുള്ളിച്ചിട്ട് തന്നെ കാര്യം. സച്ചുവേട്ടൻ എന്താ ഒന്നും പറയാത്തേ? എന്നെ തന്നെ നോക്ക്. സച്ചുവേട്ടന്റെ ദീർഘായുസിന് വേണ്ടി ഞാൻ വ്രതം എടുത്തില്ലേ? അപ്പൊ ഇതും സച്ചുവേട്ടനെ കൊണ്ട് പറ്റും. ഓ, ശോഭന അഭിനയിക്കും ഇതുപോലെ. ആഹാ, മോള് ഇതിനു വേണ്ടി വ്രതം എടുത്തായിരുന്നോ? അച്ഛാ, ഏട്ടന്റെ ആയുസിന് വേണ്ടി. അത് നല്ലതാ. ഭർത്താവിന്റെ ആയുസിന് വേണ്ടി വ്രതം എടുക്കുന്നത് നല്ലതാ. പിന്നെ ഇവന് വേണ്ടി എന്റെ പട്ടി എടുക്കുക. സച്ചിൻ, എന്താ നിന്റെ തീരുമാനം? ഓ ഓ, എല്ലാവരുടെയും ആഗ്രഹമല്ലേ. ബട്ട് കവളൊന്നും തുറക്കാൻ പറ്റില്ല. കനലിൽ മതി കാവടി. ഓഹോ, കനലെങ്കിൽ കനൽ. കോഴി തുള്ളണ പോലെ ഇയാൾ തുള്ളണത് എനിക്ക് കാണണം. സുന്ദര കുട്ടാപ്പനെ നിൽപ്പുണ്ടല്ലോ. ചാലത്തേക്ക് ഇടുന്ന മുങ്ങാനാണല്ലോ എന്നോർക്കുമ്പോഴാ ചിരി വരുന്നേ. ഡി അനു, നിനക്ക് ഇനിയും മതിയായില്ലേടി? ഇല്ല, മതിയായില്ല. എന്തിനാടി നീ ആ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഈ ചെയ്തു കൂട്ടുന്നതിനെല്ലാം തിരിച്ചടി കിട്ടാതെ നോക്കിക്കോ നീ. അന്ന് കരഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. പിന്നെ എനിക്ക് എന്തോ കിട്ടാനാ? ഒരു ചുക്കും നടക്കില്ല. പിന്നെ ആയിഷു, ആ പിശാശ് വല്ലതും ചത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പണ്ടേക്ക് വന്നേനെ. അയ്യോ, എനിക്ക് അർച്ചയല്ലേ കേക്കുന്നേ. ഹോ, ആ നോട്ടം നോക്ക്. എന്നെ ഭസ്മമാക്കാനുള്ള പവറുണ്ട്. എന്തായാലും എന്നെ ഉപേക്ഷിച്ച് ഐശ്വന്റെ ഒപ്പം പോവാനുള്ള പ്ലാനിലല്ലേ. അപ്പോ അതിലും നല്ലതല്ലേ ഇവനിട്ടൊരു പണി കൊടുത്തിട്ട് ഇവന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഓ, കാലൊക്കെ എന്തോ മരുന്നൊക്കെ കമലാമ്മ വെച്ചു കൊടുത്ത് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ബട്ട് ഇപ്പൊ എന്നെ കണ്ണിന് കണ്ടൂടാ. അതാണ് എന്റെ പ്രശ്നം. ഇതെല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടതാണല്ലോ. എന്റെ കൈ കൊണ്ട് പച്ചവെള്ളം കൊടുത്താലും വാങ്ങുന്നില്ല. ഇനി ഒന്ന് ചൊറിയാൻ പോയിട്ട് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ഒന്ന് നോക്കുന്ന പോലും ഇല്ല. ഇനി എന്നേക്കുമായി എന്നെ മതിയായിട്ടുണ്ടാവോ? അറിയാം, ചെയ്തത് ഇത്തിരി കൂടുതലായി പോയി. പക്ഷെ അതിന് ഇങ്ങനെ മിണ്ടാതിരിക്കണം. ഓ, എനിക്കാണെങ്കിൽ എന്തൊരു വീർപ്പുമുട്ടൻ. ഒരു സോറി പറഞ്ഞാലോ? വേണ്ട, ചിലപ്പോ ആട്ട് കിട്ടും. ഏത് സമയവും ഫോണിൽ ചാറ്റാണ്. ആരോടാണാവോ? ഇനി അവളോടാണാവോ? ഇനി പഴയ പോലെ ഞങ്ങളുടെ ബന്ധം കാണാൻ കഴിയില്ല എനിക്ക്. ആറ് പറഞ്ഞത് അച്ചട്ടാവോ? എന്റെ നീല് ഇനി കൈവിടല്ലേ?
Hello. ഹലോ. Now, the ball is in your court. It's time for your comeback.